A+2 സ്വാഗതം. വ്യക്തിപരമായി ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ്. പ്രതീക്ഷിക്കാതെ ഒരു സന്തോഷം സംഭവിച്ചു. പ്രതീക്ഷിക്കാത്ത ചില സന്തോഷം സംഭവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ശരിയായ രീതിയിൽ ഫീൽ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. എന്തായാലും ആ സന്തോഷം പങ്കിടുന്നതോടൊപ്പം തന്നെ ചിലർക്കെങ്കിലും ഗുണപ്പെടുന്ന ഒരു സന്തോഷം കൂടി പങ്കിടുന്നു. അത് ബിൽഡിംഗ് റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അൺഓതറൈസ്ഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇല്ലീഗൽ ബിൽഡിംഗ്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പുതിയ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഓർഡറാണ്, ഗവൺമെൻറ് ഓർഡറാണ്. ഈ ഓർഡർ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ പറയാം. പ്രധാനപ്പെട്ട അതിൻ്റെ ഏകദേശം ഒരു രത്ന ചുരുക്കം പറയാം. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഈ റെഗുലറൈസേഷൻ ആപ്ലിക്കേഷനെ എങ്ങനെ കൊടുക്കണം, ഇത് സംബന്ധിച്ച് മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചൊരു 3-4 എപ്പിസോഡ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. തുടർച്ചയായി അല്ലെങ്കിലും ഇടവിട്ട് ആ വിവരങ്ങളെല്ലാം തന്നെ ഈ A+2 ചാനലിൽ പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ പറയുന്നു. നിരവധി പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ചാനലാണ്. അനുദിനം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാനുള്ള സന്തോഷവുമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഈ ചാനലിലൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു വീട്ടുജോലിക്കാരിയായ ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. അത് ഈ ചാനൽ കണ്ടതിന് ശേഷം അവർ മൂവ് ചെയ്തു, പ്രശ്നം പരിഹരിച്ചു എന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആൾ അയച്ചൊരു മെസ്സേജ് കാണാനിടയായി. വളരെ സന്തോഷം. അങ്ങനെ പലർക്കും ഗുണപ്പെടുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ ചില ഓഫീസുകളിൽ നേരിടേണ്ടി വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള കാരണങ്ങൾ ആയാലും, അതുപോലെ നമുക്ക് ചില മാനദണ്ഡങ്ങൾ മറികടക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. നിയമം വിട്ടല്ല, നിയമവിധേയമായി തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ ചിലതൊക്കെ നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും. അതെല്ലാം ഈ ചാനലിൽ വരുന്നത് കൊണ്ട് എല്ലാ ദിവസവും 6 മണിക്ക് എപ്പിസോഡുകളുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർ ഇതറിയട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വാർത്തയിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യാം, മലയാളത്തിൽ ക്രമവൽക്കരിക്കാം എന്ന് പറയാം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉത്തരവാണ്. പക്ഷേ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ആദ്യം ആർക്കാണെന്ന് പറയാം. 2019 നവംബർ 7 അതിനു മുമ്പോ, അതിന് ശേഷമല്ല, അതിനു മുമ്പോ കെട്ടിട നിർമ്മാണം അനധികൃതമായി ചെയ്ത ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കാലയളവുകളിൽ സർക്കാർ ഇത്തരം ഉത്തരവുകൾ ഇറക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഇറങ്ങിയത് തന്നെ ഫെബ്രുവരി 9 ഇറങ്ങിയ ഉത്തരവാണ്. അതിപ്പോഴാണ് അത് പബ്ലിക്കേഷൻസിലേക്ക് വന്നത്. ആ ഉത്തരവിൻ്റെ മുഴുവൻ രേഖയും മുഴുവൻ കോപ്പിയും ഇപ്പോൾ A+2 കയ്യിൽ ഉണ്ട്. ഞങ്ങളുടെ സ്റ്റോറിലെത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ ബാങ്കിലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളായി അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ഓഫ് ഡേറ്റ് നിങ്ങൾ ഓർക്കുക. 2019 നവംബർ 7 അതിനു മുമ്പോ നിർമ്മിച്ചതോ നിർമ്മാണം പൂർത്തിയാക്കിയതോ ആയിട്ടുള്ള കെട്ടിടങ്ങൾക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക. പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ഫ്രണ്ടേജിൽ കിട്ടിയ ഒരു ആനുകൂല്യമാണ്. നേരത്തെ ഫ്രണ്ടേജ് എത്രയായിരുന്നു? 3 മീറ്റർ കമ്പൾസറി ആയിരുന്നു. റോഡ് അതിരിൽ നിന്നും നമ്മുടെ കെട്ടിടം വരെയുള്ള ഓപ്പൺ സ്പേസ് നമ്മൾ വിടേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരുന്നു. ഇപ്പോൾ ക്രമവൽക്കരണത്തിൻ്റെ ഭാഗമായി 3 മീറ്റർ എന്നുള്ളത് 2 മീറ്ററായി കുറച്ചിട്ടുണ്ട്. അപ്പം അറിയുക, റോഡ് അതിരിൽ നിന്നും നമ്മുടെ കെട്ടിടത്തിലേക്കുള്ള ദൂരമാണ്. എന്നാൽ നമ്മൾ അതിരിൽ മതിൽ നിർമ്മിക്കുന്നതൊന്നും ഇതിനകത്ത് പ്രശ്നം വരുന്നില്ല എന്നും ആമുഖമായി തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇത് ഏതൊക്കെ കെട്ടിടമാണ്? ഞാൻ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു. രണ്ടാമത്തത് ഈ അപായ സാധ്യത കുറഞ്ഞ കെട്ടിടങ്ങൾ, അതായത് ലോ റിസ്ക് ബിൽഡിംഗ് എന്ന് പറയും. അങ്ങനെയുള്ള കെട്ടിടവും ഇതിനകത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളെ വരൂ. ഈ ലോ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ബിൽഡിങ്സ് ഇതിനകത്ത് വരും. അതുപോലെ നമ്മുടെ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അതും കൂടി ഞാൻ അങ്ങനെ ആദ്യമേ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടൗൺ പ്ലാനിംഗ് സ്കീമിൽ ഉൾപ്പെടാത്തതായിരിക്കണം. തണ്ണീർത്തട സംരക്ഷണ നിയമ ലംഘനങ്ങൾ ഉണ്ടാകാത്തതും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ
സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങളെയോ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്ന കെട്ടിടങ്ങളെയോ അതുപോലെ ടൗൺ പ്ലാനിംഗ് സ്കീമുകൾ ലംഘിക്കുന്ന കെട്ടിടങ്ങളെയോ റെഗുലറൈസേഷൻ പരിധിയിൽ വരില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇതിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസ് നിങ്ങൾ അടയ്ക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപേക്ഷാ ഫീസിൻ്റെ ഒരു പരിധിയിൽ ഇപ്പോൾ ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറയാം. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ബിൽഡിങ്ങിൻ്റെ പരിധിയിലാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. പിന്നീട് മറ്റൊന്നുള്ളത് കോമ്പൗണ്ടിങ് ഫീ ഒരു പുതിയ ലോജിക്കിലാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് ബിൽഡിങ്ങിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ന്യായവില കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോമ്പൗണ്ടിങ് ഫീ ഫിക്സ് ചെയ്യുന്നത്. അത് രണ്ടും, അപേക്ഷാ ഫീസും കോമ്പൗണ്ടിങ് ഫീയും കൂടെ ചേർത്ത് ഒരു പ്രത്യേക എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു എഗ്രിമെൻ്റ് ലോക്കൽ ബോഡിയുമായി വെക്കേണ്ടി വരും. ആ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആവശ്യത്തിനായി ഈ സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാതെ തന്നെ ഈ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാം എന്നുള്ള നിലയിൽ ഒരു എഗ്രിമെൻ്റ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും ലോക്കൽ ബോഡി സെക്രട്ടറിയുമായി. അതിൻ്റെ മോഡലും ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ ഇത് പഞ്ചായത്തിന് മാത്രമാണ് ബാധകമാക്കി ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പഞ്ചായത്തും അതുപോലെ മറ്റ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സ്ഥാപനങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഏകീകൃത സർവീസ് ആക്കിയെങ്കിലും പക്ഷേ ഇപ്പോൾ ഉത്തരവിറങ്ങുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. കാരണം നിലവിൽ ഉള്ള നിയമം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് അതുപോലെ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും വേണ്ടിയുള്ള ബിൽഡിംഗ് റൂൾസ്, ഇത് രണ്ടും രണ്ടായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിന് മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനുമുള്ള ഉത്തരവ് ഉടനെ ഇറങ്ങും എന്നാണ് ലഭിച്ച വിവരം. അത് ഇറങ്ങുന്ന മുറയ്ക്ക് ആ വിവരവും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം കൂടി നിങ്ങൾ കേട്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് റൂൾസിലെ ഒരു അമെൻമെൻ്റാണ്. റൂൾസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചട്ടമാണിത്. ഈ ചട്ടം നിലവിൽ വന്നപ്പോൾ സ്വാഭാവികമാവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നിയമത്തിനെ മറികടന്നുള്ള ചട്ടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിമർശനം. അത് ഒരു പക്ഷേ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ സാധൂകരണം നിയമത്തിന് കിട്ടും എന്നുള്ളതാണ്. കാരണം നിയമവും ചട്ടവും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു വാർ എന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിൽ നിയമമായിരിക്കും പ്രാബല്യത്തിൽ നിൽക്കുക, റൂളല്ല. കാരണം നിയമം മാറ്റിയാലേ അതിനനുസരിച്ച് റൂളിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. ഞാനതൊന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാക്കാം. അതായത് പഞ്ചായത്ത് ആക്ട് എന്ന് പറയുന്നത് 2020 1994 പഞ്ചായത്ത് ആക്റ്റിൽ, പഞ്ചായത്ത് നിയമത്തിൽ 1994 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് ആക്ടിലെ 220B 220B എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് റോഡ് അതിരിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള ദൂരം 3 മീറ്ററാണ്. 3 മീറ്ററായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെ റോഡുകളാണ്? നോട്ടിഫൈഡ് റോഡ്സാണ്. നോട്ടിഫൈഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഏതാ? നാഷണൽ ഹൈവേ നോട്ടിഫൈഡ് ആണ്, അതുപോലെ സ്റ്റേറ്റ് ഹൈവേ നോട്ടിഫൈഡ് ആണ്, അതേപോലെ ജില്ലാ റോഡുകൾ നോട്ടിഫൈഡ് ആണ്, ലോക്കൽ ബോഡികളുടെ നോട്ടിഫൈ ചെയ്ത റോഡുകൾ, അവരുടെ ഭാഗമായിട്ടുള്ള റോഡുകൾ, അവരുടെ സ്വന്തം റോഡുകൾ, ഇതെല്ലാം തന്നെ വിജ്ഞാപനം ചെയ്യപ്പെട്ട റോഡുകളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ റോഡുകളുടെ അതിരിൽ നിന്നും നമ്മുടെ കെട്ടിടത്തിലേക്കുള്ള ദൂരം 3 മീറ്റർ ആണെന്ന് ഈ പറഞ്ഞ 220B പഞ്ചായത്ത് രാജ് ആക്ട്, നിങ്ങൾ ഓർക്കുക, ആക്ട് എന്ന് പറഞ്ഞാൽ നിയമം, റൂൾ എന്ന് പറഞ്ഞാൽ ചട്ടം, ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കുക. ആക്ടിൻ്റെ ബേസിലാണ് പലപ്പോഴും റൂള് ചമയ്ക്കുക, ഇല്ലെങ്കിൽ റൂള് ക്രിയേറ്റ് ചെയ്യുക, റൂൾ ഉണ്ടാക്കുക. ആക്റ്റിൽ എന്തു പറഞ്ഞോ അത് മാറ്റാതെ പുതിയൊരു റൂള് കൊണ്ടുവന്നാൽ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമപരമായി ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ആക്ട് പറയുന്നത് എന്താണ്? ഇതിനു വേണ്ടിയുള്ള ഒരു നിയമം ഇതാ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ നിയമത്തിൽ, കെട്ടിട നിർമ്മാണ നിയമത്തിൽ, ഒരു റോഡ് അതിരിൽ നിന്നും
കെട്ടിടത്തിലേക്കുള്ള ദൂരം 3 മീറ്റർ ആണെന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറയുന്നു. ഇതുപോലെ കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിന് ആനുപാതികമായി റൂൾസ് ചമയ്ക്കാനുള്ള അധികാരവും ആക്ടിനകത്ത് പറയുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ചട്ടം. ഒന്നും കൂടി ഞാൻ പറയാം. ആക്ട് എന്ന് പറഞ്ഞാൽ നിയമം, റൂൾസ് എന്ന് പറഞ്ഞാൽ ചട്ടം. ആക്ടിന് വിധേയമായി ഉണ്ടാക്കപ്പെടുന്ന റൂൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ കെട്ടിട നിർമ്മാണ അപേക്ഷ കൊടുക്കണം, അതിനുള്ള അപേക്ഷ ഫീസ് എത്രയാണ്, അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആരാണ്, ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്നതിന് റൂൾസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ റൂൾസ് വന്നു, പക്ഷേ ആക്റ്റിൽ അതിനനുസരിച്ചിട്ടുള്ള അമെൻമെൻറ്റ് വന്നിട്ടില്ല. ആക്ട് മാറ്റാതെ റൂൾസ് കൊണ്ടുവന്നു എന്നുള്ളത് ചിലപ്പോൾ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം എന്ന് ഊഹിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പരാമർശം നിലവിലുണ്ട്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു റൂൾസ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അനധികൃത കെട്ടിട നിർമ്മാണത്തിനായി ഒരു റൂൾസ് വന്നിട്ടുണ്ട്. ഈ റൂൾസ് പ്രകാരം 2019 നവംബർ 7 അതിനു മുമ്പോ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് സാധൂകരിക്കപ്പെടുന്ന, ഇല്ലെങ്കിൽ ക്രമവൽക്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരു ഫൈനൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതും തീർച്ചയായിട്ടും വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ പുതിയ റൂൾസിൻ്റെ ആമുഖമായി ഇത്ര മാത്രമേ ഈ എപ്പിസോഡിൽ പറയുന്നുള്ളൂ. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വിശദമായി പറയുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.